മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് പറഞ്ഞു, നിങ്ങൾ വരൂ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരൂ. എന്നാൽ എന്താ ചെയ്യുക? എൻ്റെ വീട്ടിൽ വന്നാൽ അതാ അസ്തീക നിങ്ങളെ ഞാൻ കുടിപ്പിക്കും. ബിഖദ്ഹിൻ ശരിബ ഫീഹി റസൂലുള്ളാഹി. നബിതങ്ങൾ കുടിച്ച ഒരു കോപ്പയുണ്ട് എൻ്റെ വീട്ടിൽ. ആ കോപ്പയിൽ നിങ്ങൾക്ക് ഞാൻ കുടിപ്പിക്കാം. നബിതങ്ങൾ കുടിച്ച കോപ്പയിൽ ഒന്ന് കുടിച്ച് കിട്ടിയാൽ ആ ചുണ്ട് വെച്ച സ്ഥലത്തൊന്ന് ചുണ്ട് വെക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ബറക്കത്താണെന്ന് അതാ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആകുന്ന സഹാബി വിശ്വസിക്കുന്നു. താബീങ്ങളെ അത് പഠിപ്പിക്കുന്നു, അംഗീകരിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് കാണണോ സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കൂ. തിങ്കളാഴ്ച മരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. അങ്ങനെ ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിലുണ്ട്. നമുക്കറിയാം, വെള്ളിയാഴ്ച മരിച്ചാൽ അത് വലിയ മഹത്വമുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ ഖബറിൽ ഇളവുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ ഹദീസ് ബുഖാരിയിലില്ല, വേറെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലാണുള്ളത്. ഇമാം ബുഖാരി എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തില്ല? ഇമാമിങ്ങൾ പറയുന്നു, ഇമാം ബുഖാരിക്ക് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം ഒത്താലേ റിവായത്ത് ചെയ്യൂ. ആ നിബന്ധനകൾ ഒത്തുകിട്ടിയില്ല. പക്ഷേ ഇമാം ബുഖാരിക്ക് നിബന്ധന ഒത്തുകിട്ടിയ ഒരു ഹദീസ് ഉണ്ട്. അതെന്താണ്? തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ ബഹുമാനം പറയുന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മരണം സംഭവിക്കുന്ന രോഗത്തിൽ ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഏതാണ്? തിങ്കളാഴ്ചയാണെന്ന് മറുപടി കിട്ടിയപ്പോൾ, ഇന്ന് അതാ വൈകുന്നേരമായി രാത്രിയാകുന്നതിന് മുമ്പ് എൻ്റെ റൂഹ് പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തേ കാരണം? അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് തിങ്കളാഴ്ചയാണല്ലോ. ആ തിങ്കളാഴ്ച മരിച്ചാൽ അതിൻ്റെ ഒരു ബറക്കത്ത് കിട്ടുമല്ലോ.